പ്രവാസ ലോകത്തെ വാർത്തകൾ. കുവൈറ്റിൽ നിശ്ചിത മേഖലകളിൽ തൊഴിൽ വിസ മാറുന്നതിനുള്ള സമയപരിധി ഉടൻ അവസാനിക്കുമെന്ന് അധികൃതർ. യോഗ്യരായ തൊഴിലാളികളും തൊഴിലുടമകളും ഈ അവസരം എത്രയും വേഗം വിനിയോഗിക്കണമെന്ന് അറിയിപ്പ് നൽകി. കുവൈറ്റിൽ നിശ്ചിത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ വിസ മാറാനുള്ള സമയപരിധി ജൂൺ 30 അവസാനിക്കും. വിസ മാറ്റാൻ മെയ് 1 മുതൽ അനുവദിച്ച താൽക്കാലിക ഇളവാണ് ഈ മാസം അവസാനത്തോടെ തീരുന്നത്. യോഗ്യരായ തൊഴിലാളികളും തൊഴിലുടമകളും ഈ അവസരം എത്രയും വേഗം വിനിയോഗിക്കണമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അറിയിച്ചു. തൊഴിൽ വിപണിയിലെ ആവശ്യങ്ങൾ മുൻനിർത്തിയും തൊഴിൽ സ്ഥിരത ഉറപ്പാക്കാനുമാണ് മാൻ പവർ അതോറിറ്റി ഈ താൽക്കാലിക വിസ മാറ്റ ഇളവ് പ്രഖ്യാപിച്ചത്. ചെറുകിട ഇടത്തര സംരംഭങ്ങൾ, വ്യവസായം, കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം തുടങ്ങി നിയന്ത്രിത മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഇവർക്ക് മറ്റു മേഖലകളിലേക്ക് തൊഴിൽ വിസ മാറ്റാൻ സാധിക്കും. യോഗ്യരായ തൊഴിലാളികളുടെ വിസ മാറ്റത്തിനായുള്ള അപേക്ഷകൾ തൊഴിലുടമകൾ അഷാൽ പോർട്ടൽ വഴി വേണം സമർപ്പിക്കാൻ. ലഭിക്കുന്ന അപേക്ഷകളിൽ ആവശ്യമായ ഔദ്യോഗിക പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അന്തിമ അംഗീകാരം നൽകുക. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വിമാനയാത്രയിൽ ഇനി ഫുട്ബോൾ ലോകകപ്പ് ആസ്വദിക്കാം. ഫിഫ ഫുട്ബോൾ മത്സരങ്ങൾ തത്സമയം കാണാൻ യാത്രക്കാർക്ക് സൗകര്യമൊരുക്കി എമിറേറ്റ്സ് എയർലൈൻസ്. ദുബൈയിലെ പ്രമുഖ വിമാന കമ്പനിയായ എമിറേറ്റ്സ് യാത്രക്കാർക്ക് വൻ സർപ്രൈസാണ് നൽകുന്നത്. എമിറേറ്റ്സ് വിമാനത്തിൽ 2026 ഫിഫ ലോകകപ്പിലെ എല്ലാ മത്സരങ്ങളും തത്സമയം പ്രദർശിപ്പിക്കും. വിമാനത്തിൽ കയറുന്നത് മുതൽ ലക്ഷ്യസ്ഥാനത്ത് ഇറങ്ങുന്നതുവരെ ഫുട്ബോൾ ആരാധകരായ യാത്രക്കാർക്ക് ടൂർണമെന്റ് ആസ്വദിക്കാൻ ഇതിലൂടെ സാധിക്കും. എമിറേറ്റ്സിന്റെ ഇൻഫ്ലൈറ്റ് എന്റർടൈൻമെന്റ് സിസ്റ്റമായ ISൽ ലഭ്യമായ പ്രത്യേക സ്പോർട്സ് ചാനലായ സ്പോർട് 24 വഴിയാണ് യാത്രക്കാർക്ക് ഫിഫ ലോകകപ്പിലെ മത്സരങ്ങൾ കാണാൻ സാധിക്കുക. ജൂൺ 11 മെക്സിക്കോയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങ് മുതൽ ജൂലൈ 19 അമേരിക്കയിൽ നടക്കുന്ന ഫൈനൽ വരെയാണ് ഈ സംപ്രേഷണം ലഭ്യമാവുക. ഇതിലൂടെ യാത്രക്കാർ എവിടേക്ക് പോകുന്നവരായാലും ടൂർണമെന്റിലെ ഓരോ ഗോളും ആഘോഷങ്ങളും പ്രധാന നിമിഷങ്ങളും അവർക്ക് തടസ്സമില്ലാതെ കാണാം. ഈ തീരുമാനത്തിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കങ്ങളിലൊന്നുമായി യാത്രക്കാർക്ക് എപ്പോഴും കണക്ട് ആയിരിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പാക്കുകയാണ് എമിറേറ്റ്സ്. 40,000 അടി ഉയരത്തിൽ യാത്ര ചെയ്യുമ്പോഴും ഈ തത്സമയ സംപ്രേഷണം ലഭ്യമായിരിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. ഫുട്ബോളിന് പുറമെ ഈ വേനൽക്കാലത്ത് മറ്റ് തത്സമയ കായിക വിനോദങ്ങളുടെ സംപ്രേഷണവും എമിറേറ്റ്സ് ലഭ്യമാക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഉപഭോക്തൃ സംരക്ഷണ സേവനങ്ങളുടെ പേരിൽ വ്യാജ വെബ്സൈറ്റുകൾ ഉണ്ടാക്കി പണം തട്ടുന്നതായി അബുദാബി പോലീസ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ഔദ്യോഗിക സ്ഥാപനങ്ങളുടെ ലോഗോയും പേരും ദുരുപയോഗം ചെയ്ത് ഉപഭോക്താക്കളുടെ വ്യക്തിഗത ബാങ്കിംഗ് വിവരങ്ങൾ ചോർത്തിയാണ് തട്ടിപ്പ് നടക്കുന്നത്. പരാതികൾ നൽകാൻ സഹായം തേടുന്ന ആളുകളെയാണ് ഇത്തരം സൈബർ ക്രിമിനലുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്നും പോലീസ് വ്യക്തമാക്കി. സെർച്ച് എഞ്ചിനുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും യഥാർത്ഥ സ്ഥാപനങ്ങളോട് സാമ്യമുള്ള രീതിയിലാണ് തട്ടിപ്പുകാർ വ്യാജ പേജുകൾ നിർമ്മിക്കുന്നത്. ഉൽപ്പന്നങ്ങളെക്കുറിച്ചോ സേവനങ്ങളെക്കുറിച്ചോ പരാതി നൽകാൻ എത്തുന്നവരോട് ഇവർ വ്യക്തിഗത വിവരങ്ങളോ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളോ ആവശ്യപ്പെടും. ചില സാഹചര്യങ്ങളിൽ ഫോണുകളിലേക്കും കമ്പ്യൂട്ടറുകളിലേക്കും ആക്സസ് ലഭിക്കുന്ന തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത്. ഓൺലൈൻ വഴി ഏതെങ്കിലും വിവരങ്ങൾ പങ്കിടുന്നതിന് മുൻപ് ലിങ്കുകളുടെ ആധികാരികത ഉറപ്പുവരുത്തണമെന്ന് അബുദാബി പോലീസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഔദ്യോഗിക ചാനലുകൾ വഴിയല്ലാതെ യാതൊരു കാരണവശാലും പണം കൈമാറുകയോ സാമ്പത്തിക വിവരങ്ങൾ നൽകുകയോ ചെയ്യരുത്. സംശയാസ്പദമായ സൈബർ തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകാതെ തന്നെ വിവരം അധികൃതരെ അറിയിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.